ഹായ് പ്രിയ സുഹൃത്തുക്കളെ, തനി മലയാളി ഫ്ലേവേഴ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു കുട്ടികൾക്ക് പറ്റിയ ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ഇതിൽ ചേർക്കേണ്ട വിഭവങ്ങൾ ഞാനിപ്പം ഒരു വലുതും ഒരു ചെറുതുമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കോൺഫ്ലോർ, അതായത് നമ്മുടെ ചോളത്തിൻ്റെ പൊടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിനെ നല്ലപോലെ പൊടിച്ചെടുക്കുക. വെന്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിന് ഞാനിപ്പം മുറിച്ചതിന് ശേഷം നല്ലപോലെ ഇതിനെ ഞെരടി നമ്മൾ സാധാരണ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലപോലെ കൈകൊണ്ട് ഞെരടി ഉടച്ച് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നു. കൂടുതൽ വേണ്ട, പഞ്ചസാരയാണ് ഇതിന് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്കിലും സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നു. അതിനുശേഷം 2 സ്പൂൺ പഞ്ചസാര, മധുരത്തിൻ്റെ അനുസരിച്ച്. കുട്ടികൾ കൊടുക്കുന്നുണ്ട് മധുരം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. മധുരത്തിൻ്റെ അനുസരിച്ച്, വേണ്ടതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ചോളപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ആവശ്യത്തിന് നമ്മൾ നല്ലപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ചോളപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്കിപ്പം 3 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ചോളപ്പൊടിയുടെ കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സ്പൂണ് കൊണ്ട് ഇളക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഉരുളക്കിഴങ്ങും നമ്മുടെ ചോളപ്പൊടിയുടെ കുഴച്ച് ഞാൻ ഇതുപോലെ റോള് പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി എണ്ണ തിളച്ചതിന് ശേഷം നമ്മളിതിനെ കത്തി കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പരത്തുകയോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് പരത്തുകയോ ചെയ്ത് അത് എണ്ണയിലിട്ടൊക്കെ മൂപ്പിച്ചെടുത്ത് തണുത്തതിന് ശേഷം കഴിക്കാവുന്നതായിരിക്കും. ഇനി അടുത്ത് നമുക്ക് ഈ എണ്ണ അടുപ്പിൽ വെക്കാം. നമുക്ക് ഈ എണ്ണ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ റോളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർക്കോ ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡിസൈനായിട്ട് കിട്ടും. അതിങ്ങനെ മാറ്റി വെക്കുക. തിളച്ച എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്ത് ശരിക്കും മൂത്ത് കഴിയുമ്പോൾ കോരിയെടുത്ത് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം. ഇതുപോലെ റോള് നമ്മുടെ ഇഷ്ടാനുസരണം നീളത്തിലോ വീതിയിലോ ഒക്കെ ആക്കിയെടുക്കാം. ഇത് ഞാൻ ചെറിയ റോളാക്കി എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ചെറിയ പീസായത്. ഇത് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ അമർത്തി ഇതുപോലെ എണ്ണയ്ക്കകത്തോട്ടിടാം. ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഫോർക്കായിരിക്കും. എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ റോള് ശരിയാക്കി മൂത്ത എണ്ണയിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഈ ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പൊട്ടറ്റോ, കോൺഫ്ലവർ, സ്വല്പം ഉപ്പ്, അതിന് മധുരം ആവശ്യമനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് ഇതുപോലെ റോൾ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്, ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.